ഈ KFCയുടെയൊക്കെ ബോർഡിനകത്ത് ഒരു ലോഗോ ഉണ്ടല്ലോ, അതിലൊരു ചിത്രമുണ്ട്. അത് ആരുടെ ചിത്രമാണെന്നറിയാമോ? അദ്ദേഹമാണ് കേണൽ ഹാർലൻ സാൻഡേഴ്സ്. അതായത് KFCയുടെ ഫുൾ ഫോം എന്താണെന്നറിയാമോ? കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് KFC അറിയപ്പെടുന്നത്. നമുക്ക് അദ്ദേഹത്തെ പറ്റി ചെറിയൊരു കഥ കേട്ടാലോ? KFC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭക്ഷ്യവിപണന ശൃംഖലയായി മാറിയിരിക്കുകയാണ്. 20,000-ലേറെ വിപണന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്നുമുണ്ട്. 123 രാജ്യങ്ങളിലായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഈ വൻ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ഈ പറഞ്ഞ കേണൽ ഹാർലൻ സാൻഡേഴ്സ്. കേണൽ എന്നത് കെൻഡക്കി മേയർ നൽകിയ ഒരു ബഹുമതി നാമമാണ്. KFC എന്ന ആശയം നടപ്പിലാക്കുമ്പോൾ സാൻഡേഴ്സിന് വയസ്സ് 65 ഒരു സംരംഭം തുടങ്ങാൻ പ്രായം തടസ്സമാണോ എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെയും പ്രചോദനമാണ് കേണൽ സാൻഡേഴ്സിൻ്റെ ഈ ജീവിതം. വളരെയേറെ തിരസ്കാരങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം തൻ്റെ ആശയം പ്രായോഗികമാക്കാൻ കഴിഞ്ഞത്. ഓരോ തിരസ്കാരത്തിനൊടുവിലും വീണ്ടും പ്രതീക്ഷ വിടാതെ അടുത്ത അവസരം തേടിയുള്ള യാത്രയാണ് അദ്ദേഹത്തിനെ വിജയത്തിലെത്തിച്ചത്. 1890 ജനിച്ച സാൻഡേഴ്സ് 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. 5-ാമത്തെ വയസ്സ് മുതൽ തൻ്റെ സഹോദരങ്ങൾക്ക് ആഹാരം കണ്ടെത്താനായി കൃഷിയിടങ്ങളിൽ പണിയെടുത്തു. 13-ാമത്തെ വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടിയും വന്നു. പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം വിവിധ ഇനം തൊഴിലുകളെടുത്തു. കുറേ കാലം ബസ് കണ്ടക്ടറായും ഇൻഷുറൻസ് ഏജൻ്റായും ഹോട്ടൽ ക്ലർക്കായും ക്ലീനറായും ഒക്കെ പണിയെടുത്തു. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ വിവാഹവും നടന്നു. എന്നാൽ വരുമാനമില്ലാത്ത ഭർത്താവിനെ വേണ്ട എന്നും പറഞ്ഞ് ഭാര്യ അവരുടെ വഴിക്കും പോയി. ചെറുപ്പം മുതൽക്കേ എന്തെങ്കിലും സംരംഭം തുടങ്ങി വിജയിപ്പിക്കണമെന്ന് സാൻഡേഴ്സ് ആഗ്രഹിച്ചിരുന്നു. സംരംഭകൻ എന്ന നിലയിൽ തുടങ്ങിവെച്ച പല പദ്ധതികളും ആഗ്രഹിച്ച വിധം ശോഭിച്ചില്ല. എണ്ണ വിളക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങി. എന്നാൽ വൈദ്യുത വിളക്കുകൾ വ്യാപകമായതോടെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്ന കമ്പനി നഷ്ടത്തിലായി. പിന്നീട് സാൻഡേഴ്സ് ഓയിൽ കമ്പനികളുടെ സർവീസ് സ്റ്റേഷൻ ആരംഭിച്ചു. സാമ്പത്തിക മാന്ദ്യകാലത്ത് അതും നഷ്ടത്തിലേക്ക് കുപ്പുകുത്തി. പിന്നീട് ഷെൽ ഓയിൽ കമ്പനിയുടെ സർവീസ് സ്റ്റേഷനും അതിനോടനുബന്ധമായി ഹോട്ടലും ആരംഭിച്ചു. മികച്ച കച്ചവടം നടന്നു വരവെയാണ് ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി സ്ഥാപനം പൊളിച്ചു നീക്കേണ്ടി വന്നത്. പലതും ചെയ്ത് അക്ഷരാർത്ഥത്തിൽ ദരിദ്രനായിരുന്ന അവസ്ഥയിലും അദ്ദേഹം പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സ്വതവേ പാചകത്തിൽ തൽപരനായിരുന്ന സാൻഡേഴ്സിന് വികസിച്ചെടുത്ത ചിക്കൻ രുചിക്കൂട്ടുമായി ഹോട്ടൽ ശൃംഖല തുടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പണം മുടക്കാൻ ആരും തയ്യാറായില്ല. 2 വർഷം സ്വന്തം കാറിൽ കിടന്നുറങ്ങി 1000-ലേറെ ആളുകളെ സമീപിച്ചു. ഒടുവിൽ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു, അതും 65-ാം വയസ്സിൽ. KFC പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായി. താൻ തുടക്കം കുറിച്ച സ്ഥാപനത്തിൻ്റെ വിജയവഴികളിലൂടെ 20 വർഷം കൂടി സഞ്ചരിച്ച സാൻഡേഴ്സ് 90-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ഇന്നും KFCയുടെ ലോഗോയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും നാശത്തിൻ്റെയും നഷ്ടങ്ങളുടെയും പടുകുഴിയിലേക്ക് വീണുപോയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാൻഡേഴ്സ് പ്രകടിപ്പിച്ച അസാമാന്യമായ തൻ്റെടവും ഇച്ഛാശക്തിയും അദ്ദേഹത്തെ വിജയസോപാനത്തിലെത്തിച്ചു. വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നിരവധി ആളുകൾക്ക് പ്രചോദനമായ സാൻഡേഴ്സിൻ്റെ ജീവിതം നിരവധി ഗ്രന്ഥങ്ങൾക്കും ഡോക്യുമെൻ്ററികൾക്കും വിഷയമായിട്ടുണ്ട്.